നമസ്കാരം. മൂവാറ്റുപുഴ ന്യൂസ് സ്ഥാനാർത്ഥിക്കൊപ്പം സെഗ്മെന്റിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് മൂവാറ്റുപുഴ നഗരസഭ 17-ാം വാർഡിൽ UDF സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്ന മനു പോളാണ്. LDFിന്റെ കയ്യിൽ നിന്നും തിരികെ പിടിച്ച വാർഡ് നിലനിർത്താൻ ശക്തിയായ വനിതാ സ്ഥാനാർത്ഥിയെയാണ് UDF തെരഞ്ഞെടുപ്പ് ഗോതയിലിറക്കിയിരിക്കുന്നത്. നഗരസഭ 17-ാം വാർഡ് പണ്ടരിമലയിൽ കൈപ്പത്തി ചിഹ്നത്തിലാണ് മനു ഇപ്പോൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കുറഞ്ഞ നിരക്കിൽ ഭക്ഷണം, കാർഷിക വികസനം, മയക്കുമരുന്ന് മുക്തം, തെരുവ് വിളക്കുകൾ തുടങ്ങിയവയിലാണ് മനു ഇപ്പോൾ ലക്ഷ്യമിടുന്ന പദ്ധതികൾ. എങ്ങനെയുണ്ട് റെസ്പോൺസ് ഒക്കെ ജനങ്ങളുടെ? വളരെ പോസിറ്റീവായിട്ടാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. കൂടുതലായിട്ടും ഈ റോഡുകളുടെ വികസനത്തിനും വെള്ളത്തിന്റെ ദൗർലഭ്യം മാക്സിമം ആളുകളിലേക്ക് ക്ഷേമ പെൻഷൻ എത്തിക്കുക, അതുപോലെ നായശല്യം ഭയങ്കര രൂക്ഷമായിട്ടുണ്ട്, അതിനെതിരെ പ്രവർത്തിക്കുന്നതായിരിക്കും. എല്ലാവരും എന്നോട് പ്രാർത്ഥിക്കാം, സഹായിക്കാം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അനുഭവമാണ് എനിക്ക് എല്ലാ വീടുകളിലും കയറിയപ്പോൾ കിട്ടിയിരിക്കുന്നത്. നമ്മുടെ മുൻ കൗൺസിലർ ജോളി ഇവിടെ തുടങ്ങി വെച്ച ഒരു യോഗ ക്ലാസ്, അത് പൂർവാധികം ശക്തിയായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകണമെന്നാണ് ആഗ്രഹം. അതുപോലെ ഒരു ജിമ്മ് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നാൽ അത് എല്ലാവർക്കും ഒത്തിരി ഉപകാരപ്രദമാകുമെന്ന് തോന്നുന്നുണ്ട്. അതിനുള്ള സൗകര്യം ഒന്ന് നോക്കണം. അത് മനസ്സിൽ അങ്ങനെയുള്ള പ്ലാനുകളൊക്കെ ഉണ്ട്. ഞാൻ വിജയിച്ചു വരികയാണെങ്കിൽ ജനങ്ങളോടൊപ്പം നിന്ന്, ജാതിമത ഭേദമന്യേ എല്ലാവരോടും ഒപ്പം നിന്ന് കൂട്ടായി പ്രവർത്തിക്കുന്നതായിരിക്കും. ഇപ്പോൾ നിലവിൽ നമ്മുടെ ഈ റോഡ് കട്ട വിരിച്ചത് ഒരു 500 മീറ്ററോളം കട്ട വിരിച്ചിട്ടുണ്ട്. അത് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തേക്കുന്നത്. അതുപോലെ റോഡിൻ്റെ പ്രശ്നങ്ങൾ ഏറെക്കുറെ തീർത്തിട്ടുണ്ട്. പിന്നെ ചെറിയ പാരലായിട്ടുള്ള ചെറിയ ചെറിയ റോഡുകൾ, അത് കോൺക്രീറ്റ് ചെയ്യണം. അങ്ങനെയുള്ള ഒത്തിരി റോഡുകൾ നമ്മുടെ ഈ വാർഡിലുണ്ട്. അതെല്ലാം വളരെ ഭംഗിയാക്കണമെന്ന് മനസ്സിലുണ്ട്. നാടിന്റെ സമഗ്ര വികസന പദ്ധതികളാണ് മനു ഇപ്പോൾ വാർഡിൽ ലക്ഷ്യമിട്ടിരിക്കുന്നത്. റോഡ് വികസനം, വെള്ളം, ക്ഷേമ പെൻഷൻ, തെരുവുനായ ശല്യം എന്നിവയിൽ ഊന്നൽ നൽകിയുള്ള പ്രവർത്തനങ്ങളായിരിക്കും വിജയിച്ചു വന്നാൽ മനു ഇപ്പോൾ വാർഡിൽ കാഴ്ചവെക്കുന്നത്. UDF പിടിച്ചെടുത്ത വാർഡ് നിലനിർത്തുക എന്ന ഉത്തരവാദിത്വമാണ് പാർട്ടി മനു ഇപ്പോൾ പയ്യപ്പിള്ളിയെ ഏൽപ്പിച്ചിരിക്കുന്നത്. വനിതാ സംവരണ വാർഡായ ഇവിടെ ശക്തിയായ സ്ഥാനാർത്ഥിയെയാണ് UDF രംഗത്തിറക്കിയിരിക്കുന്നത്. വാർഡിലുള്ളവർക്ക് കുറഞ്ഞ നിരക്കിൽ ഭക്ഷണം ലഭ്യമാക്കാൻ ഇന്ദിരാ ക്യാൻറ്റീൻ പോലുള്ള മെച്ചപ്പെട്ട ക്യാൻറ്റീനുകൾ ആരംഭിക്കാനും മനു ഇപ്പോൾ ലക്ഷ്യമിടുന്നു. ഇതിനു പുറമെ വാർഡിനെ മയക്കുമരുന്ന് മുക്തമാക്കുന്നതിനും മനു ഇപ്പോൾ മുൻപന്തിയിലുണ്ടാവും. ആശാ വർക്കർമാരുടെ സേവന പ്രാധാന്യം കണക്കിലെടുത്ത് ഗവൺമെന്റ് നിശ്ചയിച്ച ഓണറേറിയത്തിന് പുറമെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വക പ്രത്യേക പ്രതിമാസ അലവൻസായി 2000 രൂപ അധികം നൽകുന്നതും മനു ഇപ്പോൾ ലക്ഷ്യമിടുന്നുണ്ട്. മൂവാറ്റുപുഴയിൽ ഐക്യ ബുട്ടീക്ക് നടത്തിയിട്ടുള്ള മനു ഇപ്പോൾ കാക്കനാടുള്ള നെസ്റ്റ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ 16 വർഷക്കാലം ഓപ്പറേറ്ററായി ജോലി ചെയ്തിരുന്നു. കുടുംബശ്രീയിലെ സജീവ പ്രവർത്തകയായ മനു ഇപ്പോൾ നാടിന് എന്നും സുപരിചിതയാണ്. പ്രളയകാലത്തും കോവിഡ് മഹാമാരിയിലും സഹായം നൽകുന്നതിൽ മനു മുന്നിട്ടിറങ്ങിയിരുന്നു. നാടിന്റെ വികസനത്തിന് വേണ്ടി, പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ മുന്നിട്ടിറങ്ങിയ മനു പോളിന് വിജയിച്ചു വന്നാൽ സാക്ഷാത്കരിക്കാൻ പദ്ധതികളേറെ. സ്ഥാനാർത്ഥിക്കൊപ്പം സെഗ്മെന്റിൽ ഇന്ന് നമ്മോടൊപ്പം ചേർന്നത് മൂവാറ്റുപുഴ നഗരസഭ 17-ാം വാർഡ് UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മനു പോളായിരുന്നു. അപ്പോൾ അടുത്ത സ്ഥാനാർത്ഥിയുമായി വീണ്ടും കാണാം.